ഹായ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ എവിടം വരെ ആയിട്ടുണ്ട്? ഏകദേശം തീരാറായി കാണും അല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പം ഓണാഘോഷമൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾക്ക് സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്നുണ്ടാവുക, വ്ളോഗാണ്. അതുപോലെ തന്നെ ഉത്രാടത്തിന് തലേന്നുള്ള കുറച്ച് ഒരുക്കങ്ങളും കൂടെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അത് മാത്രമായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും ഒരേ ഒരു വീഡിയോയിലായിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ. നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. ഇഞ്ചിപ്പുളിക്ക് മാത്രമല്ല സാമ്പാറിനും കൂടെ ഉണ്ട്, രണ്ടിനും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഞാൻ ഇഞ്ചിപ്പുളി തലേ ദിവസം തന്നെ, ഇത് ഉത്രാടത്തിൻ്റെ ദിവസം രാത്രിയിലുള്ള വിഷ്വൽസാണ്. അപ്പോൾ അത് രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ച് പുളിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുവേ, എന്നിട്ട് അത് രാവിലെ സാമ്പാറിന് വേണ്ടിയിട്ട് എടുക്കും. അങ്ങനെ ചെയ്യാനാണ്. അപ്പം ഇന്നത്തെ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് നമ്മൾ ഈ വറുത്ത് പൊടിച്ചിട്ട് വെക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അങ്ങനെ എപ്പോഴും വെച്ചിട്ടില്ല. അപ്പം മറ്റേ പാലക്കാടൻ സ്റ്റൈലിലാണ് എപ്പോഴും വെക്കാറുള്ളത് ഞാൻ. അപ്പോൾ ഓർത്തു എന്തായാലും ഇന്നത്തെ ഓണത്തിന് ഇപ്പം അങ്ങനെ വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റഫായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഉത്രാടത്തിൻ്റെ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും നാളെ എളുപ്പമായല്ലോ കാര്യങ്ങളൊക്കെ. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം തനിയായതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ഈ കുക്കിങ്ങൊക്കെ ചെയ്ത് ഇത്രയും വിഭവങ്ങൾ ഒരുക്കുക എന്ന് പറയുമ്പം ഒരു ഇച്ചിരി പാടായിരിക്കും. ഇത്രയും വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയൊന്നും ഇല്ല, ചെറിയൊരു സദ്യയായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും നമ്മൾ അത്രയുമൊക്കെ ഒരുക്കി വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇഞ്ചിപ്പുളി മാത്രമല്ല മാങ്ങാച്ചാറും ഉണ്ടാക്കാം, പിന്നെ പുളിശ്ശേരി അല്ലെങ്കിൽ പച്ചടിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പച്ചടിയും കിച്ചടിയൊന്നും ഉണ്ടാക്കൽ നടന്നില്ല. ഇഞ്ചിപ്പുളി മാങ്ങാച്ചാറും ഉണ്ടാക്കി വെച്ചേ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വറുത്തെടുക്കുകയാണ്. പിന്നെ മാങ്ങാച്ചാറിന് വേണ്ടിയിട്ടുള്ള മാങ്ങയും ചെറുതായിട്ട് ഇങ്ങനെ അരിയുക. മാങ്ങാച്ചാറ് ഞാൻ നേരത്തെ കാണിച്ച റെസിപ്പി ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറ്, അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇഞ്ചി വറുത്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ മാങ്ങയൊക്കെ അതേപോലെ തന്നെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കടുക് താളിച്ചിട്ട് ഒഴിക്കുക. അത് അത്രയേ ഉള്ളൂ, അത് കാണിക്കണില്ല. ഞാനവിടെ ആ മൊബൈൽ വെച്ചിരിക്കുന്നത് പാട്ടാണ് കേട്ടോ, പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത്ര നേരം അവരുണ്ടായിരുന്നു, വിക്കിയും ഏട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലേറ്റായി, ഇപ്പം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ വിക്കി പിന്നെ ഉറങ്ങില്ല. അപ്പോൾ പിന്നെ അവരോട് വയ്ക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തനിയാകുമ്പോൾ ബോറടിക്കത്തില്ലേ, അതുകൊണ്ട് ഇങ്ങനെ പാട്ടും കേട്ടിട്ട് അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ദേ ഇഞ്ചിപ്പുളിയൊക്കെ ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം രാവിലെ ഇവിടെ ഉത്രാടത്തിന് തൊട്ടുള്ള രാവിലത്തെ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഇവിടെ ജനൽ നേരാക്കാൻ വേണ്ടിയിട്ട് 2 ആളുകൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇപ്പം തണുപ്പ് തുടങ്ങാൻ പോവുക. അപ്പം ജനലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ട് വന്നത് ആളുകൾ. അപ്പം ഞാൻ ജസ്റ്റ് അതൊരു വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അതിനുശേഷം അവർ പോകുമ്പോൾ ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് മാത്രം ഇട്ടതാണ്. ബാക്കിയുള്ള വ്ളോഗ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അവർ പോകുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ തണുപ്പൊക്കെ വരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും നല്ല എന്താ പറയുന്നത്, ജനലൊക്കെ നന്നായിട്ട് അടഞ്ഞു തന്നെ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാം കറക്റ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരാഴ്ച മുൻപ് പറഞ്ഞതാണ്, പക്ഷേ ഇന്ന് ഉത്രാടത്തിനാണ് എന്ന് വിളിച്ചിട്ട് അവർ പറയുന്നത് വരുന്നുണ്ടെന്ന്. ഇവിടെ പിന്നെ എന്ത് ഉത്രാടമല്ലേ, ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചിടമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അവർ വന്നത്. അവരുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ നമ്മൾക്കിപ്പോൾ ഓണമാണ്, ഇന്നൊന്നും വരരുതെന്ന്. വരണ്ടെന്ന് പറഞ്ഞപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചേ. അപ്പോൾ ഇത് ഞാൻ പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വയ്ക്കുകയാണ് നാളത്തേക്കുള്ള സാമ്പാറിൻ്റെ അവയിലേയും. ഇത് കണ്ടു, ഇത് നമ്മുടെ പയറല്ല ബീൻസാണ്, നമ്മുടെ ചെടിയിൽ നിന്ന് കിട്ടിയ ബീൻസ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് നാളെ സദ്യക്കുള്ള തോരൻ, ബീൻസിൻ്റെ തോരൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിയാണ്. പിന്നെ അവിയലിനുള്ളതും അതുപോലെ സാമ്പാറിനുള്ളതും പിന്നെ കൂട്ടുകറിക്കാണ് വാഴക്കയും കൂടെ ഇട്ടിട്ടുള്ള കൂട്ടുകറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഇട്ടാണ് അരിഞ്ഞു വെച്ചത്. ഈ ബീൻസ് മുറിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. കാരണം ഇത്രയും ബീൻസ് കിട്ടി നമ്മൾക്കെന്ന് വെച്ചാൽ 2 പേർക്ക് കഴിക്കാൻ പറ്റിയതുണ്ട്. പിന്നെ വിക്കി അങ്ങനെ കഴിക്കില്ല,
അപ്പം നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒത്തിരിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിങ്ങനെ 1-2 ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നതിനേക്കാളും ഇത് കണ്ടോ, ഇപ്പോൾ ഇത്രയും എന്തായാലും ഉണ്ട്. തോരന് വേണ്ടിയിട്ട് നാളത്തേക്കുള്ളത് ഇത്രയും മതിയാകും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും നമ്മുടെ ഓണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ വിളഞ്ഞ പച്ചക്കറിയിലെ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വെള്ളരിക്ക ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയില്ല. വെള്ളരിക്കയുടെ മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇതെല്ലാം അരിഞ്ഞ് എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരിച്ചിരി സമയമായി. അപ്പോൾ പിന്നെ എന്തായാലും പുളിശ്ശേരി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സദ്യയിൽ നിന്ന് പുളിശ്ശേരി അങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ പടവലങ്ങ നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ളത് നീളത്തിൽ മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി എടുക്കണുള്ളൂ. പിന്നെ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പുകളൊക്കെ ഉണ്ടല്ലോ, കടലപ്പരിപ്പ്, അതുപോലെ പച്ചപ്പട്ടാണി, പിന്നെ വെള്ളപ്പയർ, ഇത് 3ഉം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ആ ഒരു ക്ലിപ്പും കൂടെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അത് മിസ്സായി പോയേ. അപ്പോൾ അതും കൂടെ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നാളെ നമ്മൾക്ക് പെട്ടെന്ന് അതെല്ലാം വേവുമല്ലോ. കുക്കറിൽ ഒരു വിസിൽ വെക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഉത്രാടത്തിൻ്റെ ഇത്രയും ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ രാവിലെ തിരുവോണം ആയി. അപ്പോൾ ഇത് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തതാണ്. പിന്നെ ഇത് പച്ചക്കറികളൊക്കെ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഇവിടെ തന്നെ വെച്ചതായിരുന്നു. ഫ്രിഡ്ജിനകത്തൊന്നും എടുത്ത് വെച്ചില്ല. മറ്റേ ബീൻസ് മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ. അവിയലിനുള്ള പച്ചക്കറിയും സാമ്പാറിനുള്ളതൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുക. വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമ്മയൊക്കെ പണ്ട് ഇങ്ങനെ വയ്ക്കുക. രാവിലെ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അതെല്ലാം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. വെച്ചിട്ട് പിന്നെ നമ്മൾ രാവിലെ അതിട്ട് ഇങ്ങനെ അവിയലും കൂട്ടുകറിയും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ അവിയൽ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അവിയലിന് ശേഷം സാമ്പാറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാമ്പാർ ആദ്യം വെച്ചതിന് ശേഷം പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ദോശ ആകുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് സാമ്പാറും കൂട്ടി കഴിക്കാമല്ലോ. അതിന് പ്രത്യേകിച്ച് ഇനി വേറൊരു ചമ്മന്തിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇത് അവിയലിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് മഞ്ഞ കളറിലാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. എന്നും വെള്ള കളറിൽ പാലക്കാടൻ രീതിയിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ശരി, എന്തായാലും ഏട്ടന് മഞ്ഞ കളറിലുള്ള അവിയൽ ഇച്ചിരി കൂടുതൽ ഇഷ്ടം വെള്ളേക്കാളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആണ് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ചായ വെച്ചിട്ട് ചായ നന്നായിട്ട് തിളച്ച് പോയി, നന്നായിട്ട് അങ്ങ് ഇതായിപ്പോയി. സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയതായിരുന്നു. പക്ഷെ അതങ്ങ് അറിയാണ്ട് ഞാനിപ്പം ഇവിടെയൊക്കെ വെച്ചിട്ട് ചായ വെച്ച് അത് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് പോയതായിരുന്നു. അതങ്ങ് തിളച്ച് പോയി. റെഡിയാവാൻ വേണ്ടി പോയതാണേ. അപ്പം അത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഗ്യാസിൽ മറ്റേ സ്റ്റൗവിൽ അത് ചിലപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു അപാകത തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാനിപ്പം ഇത് പച്ചപ്പട്ടാണിയും ഉരുളക്കിഴങ്ങും കൂടെ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മുടെ മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ളത്. മസാലക്കറി ഇഷ്ടമായതുകൊണ്ട് അത് സദ്യയിൽ ഇപ്പം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ കറി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പിന്നെ പരിപ്പ് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപ്പ് വെന്ത് അത് നമ്മൾ ആ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ പരിപ്പിൽ കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് വേവിക്കാൻ പോവാണ്. പരിപ്പ് ഒരുപാട് വേവിച്ചിട്ടില്ല, കുറച്ച് വേവിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ആ സാമ്പാറിൻ്റെ കൂടെ ഇരുന്നങ്ങ് വെന്തോളും. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഈ വഴുതിനങ്ങയും തക്കാളിയൊന്നും ഞാൻ രാത്രി തന്നെ അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇത് വഴുതിനങ്ങ കട്ട് ചെയ്തിട്ട് ഇടുകയാണ്. അത് നമ്മളത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളത്തിലിട്ടാലും അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടില്ലായിരുന്നു, എന്നുവെച്ചാൽ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ വഴുതിനങ്ങ അരിഞ്ഞിടുകയാണ്. അതിന് ശേഷം അതിലോട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 4 അടുപ്പുള്ളതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 എണ്ണത്തിലും ഇപ്പോൾ ഒരെണ്ണത്തിൽ അവിയലുണ്ട്, ഒന്നിൽ സാമ്പാറും, പിന്നെ മറ്റേതിൽ പട്ടാണി വേവിക്കാൻ വെച്ചിരിക്കുകയാണ്, പട്ടാണിയും ഉരുളക്കിഴങ്ങും കൂടെ. അപ്പോൾ ഇത് തേങ്ങ വറുത്തരച്ച സാമ്പാറാണ്. സാമ്പാർ മാത്രം എന്തായാലും പാലക്കാടൻ സ്റ്റൈൽ തന്നെയാണ് വെക്കുക, എന്ന് വെച്ചാൽ വറുത്തരച്ച സാമ്പാറാണ്. അത് ഇച്ചിരി ടേസ്റ്റ് ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് വെക്കുന്നതാണ്. അപ്പം മറ്റേതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാറായിട്ട് കഴിക്കാനാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതും ടേസ്റ്റി ആണെങ്കിലും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇതൊരു ഇത്തിരി പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു വ്ളോഗിൽ, അതുകൊണ്ട് പിന്നെ അതും പ്രത്യേകിച്ച് അങ്ങനെ പറയണില്ല. തേങ്ങയും ഉണക്കമുളകും കറിവേപ്പിലയും മല്ലിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കായും ഒക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഞാൻ ഒരു ഇച്ചിരി സാമ്പാർ പൊടി ഇടാൻ വേണ്ടിയിട്ട് സാമ്പാർ പൊടി കൊട്ടിയതാണ്, പക്ഷേ അത് സാമ്പാർ പൊടി അല്ലായിരുന്നു, ചിക്കൻ മസാല ആയിരുന്നു. അയ്യോ, ഞാനത് കൊട്ടിയില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും മണം വരുമല്ലോ. മണം വന്നപ്പോഴാണ് അയ്യോ ഇതെന്താ സാമ്പാറിൻ്റെ മണം അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭാഗ്യം സാമ്പാർ പോയിട്ട് മസാല ചിക്കൻ മസാല ആയേനെ.
അപ്പോൾ അങ്ങനെ അത് വറുത്ത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് അപ്പോഴത്തേക്ക് നമ്മുടെ കടല വെന്തു. അപ്പോൾ ഇനി പരിപ്പും കൂടെ അതേ കുക്കറിൽ വെക്കുകയാണ്. പിന്നെ ഇത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ്. പിന്നെ തക്കാളി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ തക്കാളി ഇല്ലായിരുന്നു, ഇത് ഫ്രീസറിൽ വെച്ചിട്ടുള്ള തക്കാളിയാണ്. പിന്നെ മത്തനും ഫ്രീസറിൽ വെച്ചതാണ്, അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ വെട്ടുന്നത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ളത്. തലേദിവസം വെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് തണുത്തതിന് ശേഷം നമ്മൾ സാമ്പാറിൽ ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് സാമ്പാറിനുള്ള അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വെണ്ടയ്ക്ക കുറച്ച് വറുക്കുകയാണ്. തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം പുളി ഒഴിച്ച് തക്കാളി ഇട്ടിട്ട് പിന്നെ വെണ്ടയ്ക്ക കൂടെ വറുത്ത്, വെണ്ടയ്ക്കൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് വറുക്കുകയാണ്. അതിനുശേഷം കുഞ്ഞുള്ളിയും കൂടെ ഇടുന്നുണ്ട്, ഒരു 4-5 കുഞ്ഞുള്ളിയും കൂടെ, അതും വറുത്തിട്ടാണ് ഇടുന്നത്. അതിനുശേഷം അരപ്പും കൂടെ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് അതങ്ങ് തിളപ്പിക്കാൻ വയ്ക്കുക. അത് പിന്നെ അവിടെ റെഡി ആയിക്കോളും. ഇതിപ്പം വീഡിയോയും കൂടെ എടുത്ത് വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ലേറ്റ് ആവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി മത്തന് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള പയറും കൂടെ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് അവിയലും അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഇത് കടുക് താളിച്ച്, സാമ്പാറിന് ഇപ്പം തന്നെ കടുക് താളിച്ച്, ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒരുമിച്ച് കടുക് താളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രം ഒന്ന് എന്തായാലും കഴിക്കേണ്ടതാണല്ലോ ദോശയുടെ കൂടെ. അതുകൊണ്ട് ഇതേ സ്റ്റൗ കണ്ടോ കൊളായി കിടക്കുന്നത്. അത് നോക്കി ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് പോകുന്നില്ലേ, ഭയങ്കര ഹാർഡായിട്ടുണ്ട്. അതിനി വെള്ളം ഒഴിച്ച് വെച്ച് അത് കുതിർന്നതിന് ശേഷം വേണം കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയമില്ലല്ലോ. അപ്പോൾ ഞാനിനി വേഗം ബാക്കി ചെയ്യാൻ പോവാണ്. കാരണം സാമ്പാറും ഇപ്പം ബാക്കിയുള്ളതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ച് കൂട്ടിയിട്ട് എല്ലാം കൂടെ കലക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ലേറ്റ് ആവുന്നത്. അപ്പോൾ ഞാനതൊന്ന് വേഗം ചെയ്തിട്ട് എല്ലാം കൂടെ കാണിച്ചു തരാം. എല്ലാം പെട്ടെന്നാവേണ്ട കറികളായിരുന്നു. ഈ ക്യാമറ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും ഒത്തിരി ടൈമാവും. എങ്ങനെ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫൊക്കെ ഡെയിലി ഇടുന്നവരൊക്കെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. ബാക്കിയുള്ള എല്ലാ വീഡിയോസ് എടുക്കുന്നതിനേക്കാളും കഷ്ടം എനിക്ക് തോന്നുന്ന ഈ ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാനാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ക്യാമറ കൊണ്ടുവയ്ക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി പാടല്ലേ അല്ലേ. എന്നാലും അതിത്തിരി കഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോൾ ഒരുപാട് ലേറ്റായേ, സമയം 1 മണിക്കൂർ എങ്ങാണ്ട് കഴിഞ്ഞു. എന്നിട്ടും സാമ്പാറും അവയിലും മാത്രമേ റെഡി ആയിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂടെ വേവിച്ച് വെക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് തേങ്ങ അരയ്ക്കണം. എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചിട്ട് ഒറ്റയടിക്ക് അങ്ങ് എല്ലാത്തിലും ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറികളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ക്യാമറ അതങ്ങ് ടൈം ലാപ്സിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓട്ടിയിട്ട് അവിടെ ഇരുത്തിയത്. പക്ഷെ എല്ലാത്തിൻ്റെയും ബാറ്ററിയും തീർന്നു പോയപ്പം പിന്നെ ഓർത്തു എന്തായാലും അതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഒരടുപ്പിൽ ഇത് കൂട്ടുകറിക്കുള്ളതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ പൈനാപ്പിളും വെച്ചിട്ടുണ്ട് പച്ചടിക്കുള്ളത്. മസാലക്കറിക്കുള്ള തേങ്ങയും കൂടെ ഇട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോഴത്തേക്കും സമയമായി നമ്മൾക്ക്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. ഇച്ചിരി ലേറ്റായി. വിക്കി നേരത്തെ തന്നെ കഴിച്ചു. ഇനിയിപ്പം ഞാനും ഏട്ടനും കൂടെ കഴിക്കണം. അപ്പം സാമ്പാർ റെഡി ആയപ്പം പിന്നെ ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദോശ കഴിക്കുകയാണ്. പിന്നെ ഇതിലോട്ട് മറ്റേ പച്ചടിക്കും കിച്ചടിക്കും ഒക്കെ ഉള്ള അരപ്പ് ഞാൻ ഒരേ അരപ്പ് തന്നെ ഉണ്ടാക്കി. അതിനുശേഷം അതും ഉണ്ടാക്കി റെഡിയായി. പിന്നെ നമ്മുടെ ബീൻസിൻ്റെ തോരൻ ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ക്യാമറ ഓഫ് ചെയ്തപ്പോഴത്തേക്കും എല്ലാ കറികളും റെഡിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പം ബീൻസിൻ്റെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ഐറ്റംസൊക്കെ കഴിഞ്ഞു. പിന്നെ കടുക് താളിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊന്നും കടുക് താളിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഒരു വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൊത്തത്തിലങ്ങ് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാത്തിനും ഇച്ചിരി ആയിട്ട് സെയിം ആയിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ എളുപ്പമായല്ലോ. അപ്പം നമ്മുടെ ഈ കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എന്ത് കണ്ടല്ലോ, പാത്രങ്ങളൊക്കെ നന്നായിട്ട് കുന്നുകൂടിയിരിക്കുകയാണ്. പക്ഷേ ഏട്ടനാണ് കഴിയതെല്ലാം. ഏട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഏട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് മിക്ക സമയത്തും. അപ്പോൾ ഇന്നും ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ പിന്നെ പാത്രങ്ങൾ കണ്ടപ്പോൾ ഏട്ടൻ തന്നെ അങ്ങ് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇനി എല്ലാം റെഡിയായി കഴിഞ്ഞാൽ അടുത്ത പണി കഴിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അതേ പൂക്കൾ ഇട്ടിരിക്കുന്നത് കണ്ടോ, കുഞ്ഞു പൂക്കളമാണ് ഇട്ടിട്ടുള്ളത്. ഏട്ടനും വിക്കിയും കൂടെയാണ് പൂവിന്ന് പറിച്ചിട്ട് വന്നത്. പിന്നെ അകത്ത് തന്നെ പൂവിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല കാറ്റാണ്. ഇപ്പം രാവിലെ തുടങ്ങിയ കാറ്റാണ്, ഉച്ചവരെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ എന്തായാലും പുറത്തിട്ട് കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഒരു ഇച്ചിരി സമയം കൊണ്ട് തന്നെ പറന്ന് താഴോട്ട് പോകും. അപ്പോൾ എന്തായാലും സദ്യ എന്തായാലും ഉള്ളിലല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് ഉള്ളിൽ തന്നെ പൂക്കളം ഇട്ടു. കുഞ്ഞു പൂക്കളമാണല്ലോ, ഒരുപാട് വലുതുമല്ല. പൂക്കളൊന്നും വേറെ വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കൊന്നും ചെയ്തില്ല.
വാങ്ങാൻ നോക്കിയാലും കിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇത് വീട്ടിലെ പൂക്കളമാണ് കേരളത്തിലെ. അപ്പോൾ അത് അയച്ചു തന്നപ്പോൾ അത് യൂട്യൂബിലും കൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇനി ഇതേ നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയായി, എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഞാനും ഏട്ടനും ഇന്നത്തെ ഡ്രസ്സ്, ഓണത്തിനുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. വിക്കി നേരത്തെ മുണ്ടൊക്കെ ആയിരുന്നു, അവന് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയതാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യാം ഈ വീഡിയോൻ്റെ ലാസ്റ്റ്. വിക്കി എപ്പോഴും അത് ഇങ്ങനെ നന്നായിട്ടുണ്ട്, ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലതാണ് അവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനത് എന്തായാലും നമ്മളോട് പറയുവേ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളും അവിടെ എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്തായാലും ഇത്തവണത്തെ ഓണം നിങ്ങളുമായിട്ട് ഉണ്ണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതേ പിന്നെ ഞങ്ങൾ കുറച്ച് പുറത്തൊക്കെ പോയിട്ട് എടുത്തിട്ടുള്ള, പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പുറത്ത് എടുത്തിട്ടുള്ള കുറച്ച് പിക്സൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.